നമസ്കാരം. ഞാൻ രജനി അഭിലാഷ്. നിലമ്പൂർ പിടിക്കുമെന്ന ഉറച്ച തീരുമാനത്തിൽ ഇറങ്ങിത്തിരിച്ചുകയാണ് കോൺഗ്രസ്. കാരണം നിലമ്പൂർ അടക്കി വാഴുന്ന PV അൻവർ സ്വന്തം പക്ഷത്തുള്ളതിനാലാണ് കോൺഗ്രസിന് ഇത്രയും ആത്മവിശ്വാസം. അതുകൊണ്ട് തന്നെ ഇത്തവണ മറ്റു മുന്നണികളെ മലർത്തി അടിക്കുമെന്നതാണ് ലക്ഷ്യം. അതിനായി ആദ്യമേ സർവേയൊക്കെ നോക്കിയാണ് അംഗം കുറിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രൈസ്തവ വോട്ട് പോക്കറ്റിലാക്കുന്നതിനായി ക്രൈസ്തവ സഭയിലെ ഒരാളെ തന്നെ നിർത്തുന്നത് നല്ലതാണ്. അതാണ് നിലമ്പൂരിൽ VS ജോയിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചതിന് പിന്നിൽ. ഇക്കാര്യത്തിൽ നേതാക്കൾക്കിടയിൽ തന്നെ ധാരണയായി എന്നാണ് സൂചന. കേന്ദ്ര സർവേയിൽ VS ജോയിക്കാണ് മുൻതൂക്കം കൂടുതൽ. PV അൻവറുമായുള്ള ചർച്ച നടത്തിയ ശേഷമായിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക. സർവേ അടിസ്ഥാനമാക്കിയാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തുന്നത്. 2 സർവേകളാണ് കോൺഗ്രസ് മണ്ഡലത്തിൽ നടത്തിയത്. വിജയസാധ്യത മാത്രമാണ് സ്ഥാനാർത്ഥി നിർണയത്തിലെ മാനദണ്ഡമായി സ്വീകരിച്ചത്. ഈ സർവേകളിൽ VS ജോയിക്ക് മുൻതൂക്കം ലഭിച്ചു. മണ്ഡലത്തിലെ നേതാക്കൾ ജോയിയുടെ പേരാണ് മുന്നോട്ട് വയ്ക്കുന്നത്. VS ജോയി DCC അധ്യക്ഷനായതിനു ശേഷം ജില്ലയിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റമുണ്ടായെന്നാണ് വിലയിരുത്തൽ. മുസ്ലിം ലീഗുമായി നല്ല ബന്ധമാണ് ജോയി പുലർത്തുന്നത്. അതിനാൽ ജോയിയുടെ സ്ഥാനാർത്ഥിത്വത്തോട് ലീഗിനും എതിർപ്പൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. ക്രൈസ്തവ വിഭാഗത്തെ അടുപ്പിക്കാൻ BJP ശ്രമിക്കുന്നതിനിടെ ആ വിഭാഗത്തിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവണമെന്ന അഭിപ്രായം പല നേതാക്കൾക്കുമുണ്ട്. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുമുള്ള ഒരു ജില്ലാ പഞ്ചായത്ത് അംഗത്തെ സ്ഥാനാർത്ഥിയാക്കാൻ LDF കാര്യമായി തന്നെ ആലോചിക്കുന്നുണ്ട്. ഇതും ജോയി എന്ന പേരിലേക്ക് എത്താൻ കോൺഗ്രസിനെ പ്രേരിപ്പിക്കുന്ന ഘടകമാണ്. യുവാവായ നേതാവെന്നും ജോയിക്ക് അനുകൂല ഘടകമാണ്. ഈ ആഴ്ച തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഒറ്റ പേരിലേക്ക് വളരെ പെട്ടെന്നെത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത്. ഈ സമയത്താണ് പുട്ടിന് പീര എന്ന പോലെ രമേശ് ചെന്നിത്തലയുടെ വക പ്രസ്താവനയും എത്തിയത്. എപ്പോൾ വേണമെങ്കിലും തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാണെന്ന് ഒരു സംശയവും പാർട്ടിക്കില്ല. പാർട്ടിക്ക് ലേശം ആത്മവിശ്വാസം കൂടിപ്പോയോ എന്നൊരു സംശയം. നിലമ്പൂരിൽ 8 നില പൊട്ടാതിരുന്നാൽ കൊള്ളാം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.